സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഇടയായിട്ട് എനിക്ക് ഫ്രീക്വൻ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ എങ്ങനെയാണ് ഇറ്റലിയിൽ എത്തിപ്പെട്ടതെന്നുള്ളതാണ് കേട്ടോ. അപ്പം ആക്ച്വലി ഞാൻ ഇറ്റലിയിലേട്ടല്ല വന്നത്. ഞാൻ ആക്ച്വലി വന്നത് ക്രൊയേഷ്യ എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റലിയുടെ അപ്പുറം കിടക്കുന്ന ബാൽക്കൻ കൺട്രി ആയിട്ടുള്ള ക്രൊയേഷ്യയിലേക്കാണ് ഞാൻ വന്നത്. ഞാൻ വരുന്നത് ഒരു ഡി ടൈപ്പ് വർക്ക് വിസയാണ്. ഡി ടൈപ്പ് വർക്ക് വിസ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിൽ പല രാജ്യങ്ങളിലേട്ടും അഗ്രികൾച്ചർ ഫേമുകൾ അങ്ങനെയുള്ള പല വ്യവസായ സംഭവങ്ങളിലായിട്ടായിട്ട് ഷോർട്ട് ടൈം വർക്ക് വിസകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് സീസണൽ വർക്ക് പെർമിറ്റുകൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പം അത്തരം ഒരു വർക്ക് പെർമിറ്റിലാണ് ഞാൻ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് വരുന്നത്. അവിടെ എത്തിയതിന് ശേഷം എൻ്റെ വൈഫ് ഇവിടെ ഇറ്റലിയിലാണ്, എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് റിട്ടേൺ ഇറ്റലിയിലേക്ക് വന്നു. ഇറ്റലിയിലേക്ക് വന്ന സമയത്തും എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് വിസ സ്റ്റിൽ റിമൈനിങ് ആയിരുന്നു, എനിക്ക് വിസ ബാലൻസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എനിക്ക് ഈ പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്തെയും അതുപോലെ എനിക്ക് പെർമിറ്റ് കിട്ടുന്ന ടൈമിൽ ഒക്കെയുള്ള വീഡിയോസ് ഞാൻ ആ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ അതിൽ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് എനിക്ക് ഇവിടെ ഇറ്റലിയിൽ ബൂസ്റ്റ് അയക്കാൻ വേണ്ടി വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനിവിടെ എത്തിയതിന് ശേഷം ഞങ്ങളുടെ ഇവിടുത്തെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഞങ്ങളുടെ എല്ലാവർക്കും ഇവിടെ പാസ്പോർട്ട്, അവളുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ വാർഷിക വരുമാനം, വീടിൻ്റെ കോൺട്രാക്റ്റ്, അവളുടെ ജോലിയുടെ കോൺട്രാക്റ്റ്, ഇങ്ങനെ ഒരു കുറച്ച് ലിസ്റ്റ് ഓഫ് മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇത്തരം ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പെർമിറ്റിന് അപേക്ഷിച്ചു. പെർമിറ്റിന് അപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ബൂസ്റ്റ് അയക്കുക എന്നാണ് ആ ഒരു സംവിധാനത്തിന് നമുക്കിവിടെ ഇറ്റലിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്ക് നല്ലൊരു ലോങ് പീരീഡ് ഓഫ് ടൈം എടുത്ത് എനിക്ക് അപ്പോയിൻമെൻറ്റിന് ഒരു ഡേറ്റ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 8 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ പെർമിറ്റിനുള്ള ഓൾമോസ്റ്റ് 6 to 8 months ആ ഒരു പീരീഡിലാണ് എനിക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് പോയി. എൻ്റെ ബയോമെട്രിക്കും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവരെ കാണിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ ബയോമെട്രിക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. എല്ലാ വിരലടയാളങ്ങളും എടുക്കും, ഫുള്ള് കംപ്ലീറ്റ് ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മുടെ മോട്ടീവ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പെർമിറ്റ് എനിക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. അതുപോലെ എൻ്റെ വിസ ഏത് രാജ്യത്തെ വിസയാണെന്നുള്ള അവർ നോക്കിയതിന് ശേഷം ചോദിച്ചു. കാരണം നമ്മളിവിടെ പോകുന്നത്, ഇവിടെ ഇമിഗ്രേഷൻ്റെ ഒരു ഓഫീസുണ്ട്, ഇവിടെ റോമിൽ ഇമിഗ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് റബീബിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക്സ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റായി നമ്മൾ ഇറങ്ങി. എന്ത് മോട്ടീവിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ, അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി വെരിഫൈ ചെയ്ത് ഓക്കെ പറഞ്ഞു പോന്നു. 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ വീട് എല്ലാം ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ആ സോണിലുള്ള അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റെ സൊജോർണ് വരും എന്നുള്ളതാണ് അവർ നമ്മളെ അറിയിച്ചത്. അതുപോലെ അവർ പറഞ്ഞത് അനുസരിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് 60 daysന് ശേഷം ഞങ്ങൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ഞാനവിടെ പെർമിറ്റ് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഒരിക്കലും പെർമിറ്റ് എനിക്ക് കിട്ടുമെന്ന് ഉള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തല്ല തീർച്ചയായിട്ടും ഞങ്ങളന്ന് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്കന്ന് പെർമിറ്റ് അങ്ങനെ കിട്ടി. അപ്പം ഇതാണ് ആക്ച്വലി എനിക്ക് പെർമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവം. പെർമിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്നല്ല, ഞാൻ ആക്ച്വലി എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് പെർമിറ്റ് കിട്ടുക. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ രീതിയിലൊന്നും ഡോക്യുമെൻ്റ് കിട്ടിയൊരു വ്യക്തിയല്ല. പക്ഷേ ആ രീതിയിൽ ഡോക്യുമെൻ്റ് കിട്ടിയ ഒരുപാട് ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല ആളുകളോടും സംസാരിച്ച് അവർ തരുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും ഞാൻ എൻ്റേതായ രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. എനിവേ, ഈ ഒരു ചോദ്യം ഫ്രീക്വൻ്റായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ പേഴ്സണലിയും എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ. കാരണം എന്നോട് പേഴ്സണലി ഒത്തിരി പേര് ചോദിച്ചു, ബ്രോ എങ്ങനെയാണ് പോയത്, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരും. കാരണം
ഞാൻ പോയ ഡീറ്റെയിൽസ് പറഞ്ഞത് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഒരു യൂസ് ഉണ്ടാവത്തില്ല. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ഞാൻ വേറൊരു രീതിയിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് പലരോടും ഇപ്പോൾ പേഴ്സണലി ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവായിരിക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് സംഭവം, എൻ്റെ കാര്യം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അത് ഞാൻ എല്ലാവരോടും കറക്റ്റായിട്ട് ഇങ്ങനെയാണ് എന്നുള്ളത് പറയാത്തതിൻ്റെ കാര്യം. പക്ഷേ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ ബേസിലാണ് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കാല് കുറച്ച് പ്രശ്നമായിട്ടിരിക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്താണ് ബ്രോ കാലിന് പറ്റിയത് എന്നൊക്കെ ഒത്തിരി പേര് എന്നെ അന്വേഷിച്ചു. എനിവേ താങ്ക് യു സോ മച്ച് ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയന്മാരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ ഓർത്തല്ലോ. എൻ്റെ കാല് കുഴപ്പമൊന്നുമില്ല. കാലിപ്പോൾ എനിക്ക് നടക്കാനൊക്കെ ആളുള്ള ലെവലിലായിട്ടുണ്ട്. നടന്നു തുടങ്ങി, പ്രശ്നങ്ങളൊന്നുമില്ല. എനിവേ താങ്ക് യു സോ മച്ച്.